പ്രിയപ്പെട്ട AVA കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഈ ഒരു കൊച്ചു കഥാപ്രസംഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. വിദേശാധിപത്യത്തിനെതിരെ ഭാരതത്തിൽ നടന്ന ആദ്യത്തെ സായുധ സമരം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ഉള്ള വിവരം നമ്മൾ പലർക്കും അറിയാം. എന്നാൽ ഇതൊന്നും ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്താതെ പോയി എന്നുള്ള സത്യവും നമുക്കറിയാം. ആ കൊച്ചു കഥയെ, ആ കൊച്ചു സംഭവത്തെ ഒരു കൊച്ചു കഥാപ്രസംഗമായി ഇവിടെ അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്ന എയർ വെറ്ററൻ അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഥയിലേക്ക് കിടക്കട്ടെ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ 60ാമത് വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ വർഷത്തിൽ മാതൃരാജ്യത്തിന് വേണ്ടി പടപൊരുതി ജീവത്യാഗം ചെയ്ത ഒട്ടനവധി അസംഖ്യം പോരാളികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ കഥ സമർപ്പിക്കുന്നു. കഥയുടെ പേര് ആറ്റിങ്ങൽ കലാപം. കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം. കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം. ഇത് ആറ്റിങ്ങൽ കലാപം. ഇത് ആറ്റിങ്ങൽ കലാപം. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം നമ്മുടെ കൺമുമ്പിൽ, അതാ മുമ്പിൽ തന്നെ. ആ നഗരിക്കടുത്ത് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളാൽ സമ്പന്നമായ ഒരു കൊച്ചു പട്ടണം. വാമനാപുരം നദിയുടെ പട്ടാട ചുറ്റി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി സുസ്മേരവദനയായി നിൽക്കുന്ന ആ പട്ടണം മറ്റൊന്നല്ല, പേര് ആറ്റിങ്ങൽ. സ്പന്ദനമേകിയ പട്ടണമോ മനം ബന്ധിതമാക്കിയ പൂർവികരോ. സ്പന്ദനമേകിയ പട്ടണമോ മനം ബന്ധിതമാക്കിയ പൂർവികരോ. അവിടെ കാണാൻ മറന്നു പോയൊരു സ്മരണവനത്തിൻ സ്മാരകം. അവിടെ കാണാൻ മറന്നു പോയൊരു സമര ചരിത്ര സ്മാരകം. സ്പന്ദനമേകിയ പട്ടണമോ മനം ബന്ധിതമാക്കിയ പൂർവികരോ. ആ കൊച്ചു ആ കൊച്ചു പട്ടണത്തിന് ഒരു സമരത്തിന്റെ കഥയുണ്ട്, ഒരു കാഹളത്തിന്റെ കഥയുണ്ട്, ഒരു സമരത്തിന്റെ കഥയുണ്ട് പറയാൻ, ഒരു കലാപത്തിന്റെ പറയുന്നത് പറയാൻ. ആറ്റിങ്ങൽ കലാപത്തിന്റെ കഥ. കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം. കലാപം കലാപം ആറ്റിങ്ങൽ കലാപം. എന്താണ് ആറ്റിങ്ങൽ കലാപം? 1721 ആണ്ടിൽ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ചെറിയൻകീഴ് അഞ്ചുതെങ്ങ് താലൂക്കിൽപ്പെട്ട പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു സായുധ സമരം, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങലിൽ നിന്നകന്ന് അഞ്ചുതെങ്ങു കോട്ടയത്തെ. ആറ്റിങ്ങലിൽ നിന്നകന്ന് അഞ്ചുതെങ്ങും കോട്ടയത്തെ. പറയാനുണ്ട് കൊടുമൺ പിള്ളൻ പോരാട്ട വീര ചരിത്രം. പറയാനുണ്ട് കൊടുമൺ പിള്ളൻ പോരാട്ട വീര ചരിത്രം. ആറ്റിങ്ങലിൽ നിന്നകന്ന് അഞ്ചുതെങ്ങും കോട്ടയത്തെ. പറയാനുണ്ട് കൊടുമൺ പിള്ളൻ പോരാട്ട വീര ചരിത്രം. പറയാനുണ്ട് കൊടുമൺ പിള്ളൻ പോരാട്ട വീര ചരിത്രം. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിപായി ലഹള എന്നാണെങ്കിലും അതിലും എത്രയും വർഷങ്ങൾക്ക് മുമ്പേ നടന്നതാണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപം. എന്നിട്ടും
ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സായുധ സമരം, ആറ്റിങ്ങൽ കലാപത്തെ ചരിത്രവും ചരിത്രകാരന്മാരും രാഷ്ട്രീയക്കാരും എന്ത് പറയുന്നു, നമ്മൾ പോലും വിസ്മരിപ്പിക്കുന്നത് മറന്നുപോയത് മറ്റൊരു ചരണം. പറയാനുണ്ട് കൊടുമൺ പിള്ളതൻ പോരാട്ട വീര ചരിത്രം, പറയാനുണ്ട് കൊടുമൺ പിള്ളതൻ പോരാട്ട വീര ചരിത്രം. കൊടുമൺ പിള്ള, ആ പേര് കേട്ടാൽ അറിയാം, ആ നാമം കേട്ടാൽ അറിയാം ആ പേരിന്റെ ഒരു ഗാംഭീര്യം. ആരാണ് അദ്ദേഹം? കൊടുമൺ പിള്ള. നന്ദികേടിന്റെ പുറങ്കാൽ കൊണ്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് ചവിട്ടിയെറിയപ്പെട്ട ആദ്യത്തെ സ്വാതന്ത്ര്യ സമര നായകൻ കൊടുമൺ പിള്ള. എങ്ങനെയാണ് ആറ്റിങ്ങൽ കലാപത്തിന്റെ തുടക്കം? പണ്ട് ഭരണ സൗകര്യാർത്ഥം നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിലൊന്നാണ് ആറ്റിങ്ങൽ ദേശം. ആറ്റിങ്ങൽ ദേശത്തിന്റെ സർവാധികാരി ഉമയമ്മ റാണി തമ്പുരാട്ടി. ഉമയമ്മ റാണി തമ്പുരാട്ടിയുടെ പടനായകൻ കൊടുമൺ പിള്ള. അത് മാത്രമല്ല, 8 വീട്ടി പിള്ള കുടുംബത്തിലെ ഒരംഗവുമാണ്. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആറ്റിങ്ങൽ റാണിയും തമ്മിലുള്ള ഒരു ഉടമ്പടി ഉണ്ടായി. ഒരു കച്ചവട കരാർ, കച്ചവട ഉടമ്പടി. 5 തെങ്ങ് ലക്ഷ്യമാക്കി 5 തെങ്ങ് പ്രവിശ്യയിൽ കച്ചവടം ചെയ്യാൻ മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു കരാർ. പിൽക്കാലത്ത് ആ കരാർ ലംഘിക്കപ്പെട്ടു. അതാണ് 1721 ആറ്റിങ്ങൽ കലാപമായി രൂപപ്പെട്ടത്. കരാറുകൾ കരാറുകൾ കച്ചവടത്തിൻ കരാറുകൾ, കരാറുകൾ കരാറുകൾ കച്ചവടത്തിൻ കരാറുകൾ. വിദേശികൾക്കായി തുറന്ന വാണിജ്യത്തിൻ നാണ്യ കരാറുകൾ, വിദേശികൾക്കായി തുറന്ന വാണിജ്യത്തിൻ നാണ്യ കരാറുകൾ. കരാറുകൾ കരാറുകൾ കച്ചവടത്തിൻ കരാറുകൾ. ആ കരാറ് ഒപ്പിടാൻ പോയപ്പോൾ തന്നെ സർവ്വസൈന്യാധിപൻ പിള്ള കൊടുമൺ പിള്ളയ്ക്ക് അത്ര സുഖകരമായി തോന്നിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, തിരുവായല്ലേ, രാജ്ഞിയുടെ ഭരണമല്ലേ, എന്തെങ്കിലും ശബ്ദമുയർത്താൻ പറ്റുമോ? ഇല്ല. തിരുവായ്ക്ക് മറുവായില്ല. അങ്ങനെ കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ സായിപ്പന്മാരുടെ സ്വഭാവം യഥാർത്ഥത്തിൽ വരാൻ കഴിയും. പാലം കടക്കുമ്പോൾ നാരായണ നാരായണ എന്ന് പറഞ്ഞിരുന്നവർ പാലം കടന്നപ്പോൾ നേരെ കൂരായണയായി. 5 തെങ്ങ് ആസ്ഥാനമായി ഭൂമി ചോദിച്ചവർ പതുക്കെ പതുക്കെ ആ ഭൂമി കുഴിക്കാൻ തുടങ്ങി. ചാരീരി നിൽക്കാൻ വേണ്ടി ഒരു ഇടം ചോദിച്ചവർ അവിടെ പതുക്കെ കിടക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ 5 തെങ്ങ് ആസ്ഥാനമായി ഒരു കോട്ട പണിയാൻ തുടങ്ങി. കോട്ടയ്ക്കകത്ത് അവരുടേതായിട്ടുള്ള ആയുധ സമാഹാരങ്ങളും ആയുധ പരിശീലനവും തുടങ്ങാൻ തുടങ്ങി. എന്തിനേറെ, വിദേശികൾ വന്നിട്ട് സ്വദേശികളായ പൗരന്മാരെ അടിമകളായി ചിത്രീകരിച്ചു. വാണിജ്യ കമ്പോളയിടങ്ങളിലേക്ക് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഭക്ഷ്യധാന്യ വസ്തുക്കൾ കച്ചവടത്തിന് കൊണ്ടുപോകുമ്പോൾ ഈ സായിപ്പന്മാർ വന്ന് ബലമായി പിടിച്ചെടുത്തിട്ട് പൈസ ചോദിച്ചു ചെന്നാലോ ചോദിക്കും, ഹൗ ഡെയർ യു ആസ്ക് മണി ഫ്രം us you bloody idiots, beggars. നമ്മുടെ പൈസയാണ്. എന്നിട്ട് തോക്കിന്റെ ബാത്തി കൊണ്ടും ചാട്ടവാറിയടിച്ചും അവരെ തുരത്തി ഓട്ടിക്കും. വിളിച്ചത് കേട്ട ബ്ലഡി ബെഗേഴ്സ്. നിങ്ങൾ നമ്മളും അടങ്ങുന്ന സമൂഹത്തെ സായിപ്പന്മാർ വിളിച്ചതാണ് ബ്ലഡി ബെഗേഴ്സ്. ക്രൂരപീഡനം ഏറ്റുവാങ്ങുവാൻ ഇനി ജന്മം സാധ്യമല്ല. ക്രൂരപീഡനം ഏറ്റുവാങ്ങാൻ ഇനി ജന്മം സാധ്യമല്ല. മറക്കാൻ പൊറുക്കാൻ കഴിയാത്ത ചെയ്തികൾ, മറക്കാൻ പൊറുക്കാൻ കഴിയാത്ത ചെയ്തികൾ മായാതെ നിൽപ്പൂ മനതാരിൽ. ക്രൂരപീഡനം ഏറ്റുവാങ്ങാൻ ഇനി ജന്മം സായിപ്പന്മാരുടെ പീഡനം ഏറ്റുവാങ്ങാൻ വയ്യ. അതാ ഒരു സംഘം യുവാക്കൾ, 25ഓളം വരുന്ന യുവാക്കൾ ആറ്റിങ്ങൽ കൊട്ടാരം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്, പുറപ്പെടുകയാണ്. എന്തിനാ? സർവ്വസൈന്യാധിപനെ മുഖം കാണിക്കണം.
നമ്മൾ പറയുന്ന ആറ്റിങ്ങൽ കൊട്ടാരം, സായിപ്പിട്ടിരിക്കുന്ന പേര് കോയിക്കൽ പാലസ്. അന്നൊക്കെ ഒരു ഒരുമയുണ്ടായിരുന്നു, ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. ജനങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ രാജാവും ജനങ്ങൾ തന്നെ ഒറ്റയ്ക്ക് കൂട്ടുകെട്ടായി പരിഭവം ബോധിപ്പിക്കാൻ രാജസന്നിധിയിലേക്ക് പോകുന്നതിന്റെ കാഴ്ചയുണ്ടായിരുന്നു. ഇന്നതാണോ? പൊതുസമൂഹത്തിൽ എല്ലാവരും സ്വാർത്ഥന്മാരാണ്. പക്ഷേ എയർഫോഴ്സുകാരെ സംബന്ധിച്ച് അങ്ങനെയല്ല കേട്ടോ. ഏവിയ ഉള്ളിടത്തോളം കാലം നമുക്കും ഉണ്ട് ഒരു തൂണും ആണും ഒക്കെ ചോദിക്കാൻ. എയർ വെറ്റേറിയൻ അസോസിയേഷന്റെ കുടക്കീഴിൽ നമ്മൾ അണിനിരന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഒരു സംഘം ആൾക്കാർ 25 പേരോളം ആറ്റിങ്ങൽ കൊട്ടാരത്തിലെത്തി ഭൃത്യന്മാരോട് ചോദിച്ചു, നമുക്ക് മുഖം കാണിക്കണം. ആരൊക്കെയാ വന്നിരിക്കുന്നത് എണ്ണി നോക്കി, 1, 2, 25 പേര്. നിങ്ങളെ വല്ല ആക്രമണത്തിന് അങ്ങനെ മുഖം കാണിക്കാൻ മതി. ഇന്നത്തെ പോലെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. മുഖം കാണിക്കണേ, എന്തിനാ, എന്താ കാര്യം, ഇവിടെ പറഞ്ഞാ പോരെ. ഇതൊക്കെ കോട്ടയുടെ മുകൾ ഭാഗത്ത് വീക്ഷിച്ചു കൊണ്ടിരുന്ന കൊടുമൺ പിള്ള പറഞ്ഞു, ആരവിടെ? ഭടന്മാരെ അവരെ മേലോട്ട് കയറ്റി. 25 പേർ കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു. നേരിട്ട് മുഖാമുഖം കൊടുമൺ പിള്ളയെ കാണുകയാണ്. കൊടുമൺ പിള്ള ചോദിച്ചു, എന്താ പ്രശ്നം? ഒരു സർവ്വസൈനാധിപന് മുഖം കാണിച്ച് മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. എന്താ പ്രദേശം? ഈ വന്ന നാട്ടുകാർ 25 പേര് പരസ്പരം നോക്കി. ഒരു 6 അടി പൊക്കം, ആയുധകലയിൽ അഭ്യാസതുറയിൽ നമ്പർ 1 നിൽക്കുന്ന കൊടുമൺ പിള്ള ഇവിടെ തൂക്കിട്ടിരിക്കുന്ന ഉടവാണ്. ചോദിച്ചു കേട്ടില്ലേ, എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രഭു, ഈ സായിപ്പന്മാരെ കൊണ്ട് പൊറുതിമുട്ടി. ഇത് കണ്ടോ? ഈ പാടുകൾ കൊണ്ടോ? അവർ തോക്കുകൊണ്ട് ഇടിച്ച് ചതച്ചതാണ്. ഈ വയറ്റിലെ അടിപ്പാട് കണ്ടോ? അവർ ചാട്ടവാറടി കൊണ്ട് തന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷ്യസാധനങ്ങളെല്ലാം അവരുടെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പൈസ ചോദിച്ച് തിരിച്ചു തന്നാലോ അവർ നമുക്ക് ഉപദ്രവിച്ച് തിരിച്ചയക്കും. ഇതാണ് അവസ്ഥ. ജീവിക്കാൻ വയ്യ, വളരെ പ്രയാസമാണ്. കൊടുമൺ പിള്ള ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ? 1 മിനിറ്റ് സമയം പരസ്പരം ആരും ഒന്നും വേണ്ടിയില്ല. ആ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് കൊടുമൺ പിള്ള ചോദിച്ചു, നിങ്ങൾ എന്നോടൊപ്പം തയ്യാറാണോ? എന്നോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമുക്ക് പോരാടണം. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പടചലിപ്പിക്കണം, നമുക്ക് പടപെടുത്തണം. നിങ്ങൾ എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? ഈ വന്ന 25 പേരും പരസ്പരം നോക്കി. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു സംസാരമൊഴുകി. ആ 25 യുവാക്കളും ഒറ്റക്കെട്ടത്തിൽ പറഞ്ഞു, ഒറ്റ വാക്കിൽ പറഞ്ഞു, നമ്മൾ തയ്യാർ. പ്രതിഷേധിക്കുന്ന പ്രജകൾ പ്രതിച്ഛായ മാറ്റിയ കാലം, പ്രതിഷേധിക്കുന്ന പ്രജകൾ പ്രതിച്ഛായ മാറ്റിയ കാലം, നിരവധി കളരി തറകൾ, നിരവധി കളരി തറകൾ നിത്യം പരിശീലനത്തിനായൊരുങ്ങി. നിരവധി കളരി തറകൾ നിത്യം പരിശീലനത്തിനായൊരുങ്ങി. പ്രതിഷേധിക്കുന്ന വ്യതകൾ പ്രതിച്ഛായ നാട്ടിയ കാലം. 5 തെങ്ങ് ആറ്റിങ്ങൽ പരിസരത്തും നിരവധി കളരത്തടികൾ, കളരി പഠിപ്പിക്കുന്ന തറകൾ രൂപപ്പെട്ടു. കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും കൊടുമൺ പിള്ള ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് പ്രാപിച്ചു. വൈകുന്നേരങ്ങളിൽ രഹസ്യമായി കളരി പഠിപ്പിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം. നിരവധി കളരി തറകൾ നിത്യം പരിശീലനത്തിനായി ഒരുങ്ങി. നിരവധി കളരി തറകൾ നിത്യം പരിശീലനത്തിനായി ഒരുങ്ങി. കാലം മുന്നോട്ട് പോകാൻ ഈ കൊട്ടാരത്തിന് കൊടുക്കാനുള്ള കപ്പവും സായിപ്പന്മാരങ്ങ് മുടക്കി. അതും കൂടി ആയപ്പോ ഈ വിവരം ഉമയമ്മ റാണി തമ്പുരാട്ടി ഇവിടെ ചെവികളിലെത്തി. കൊട്ടാരവും ഇടഞ്ഞു. സായിപ്പന്മാര് മിടുക്കരാണല്ലോ. മേളിൽ നിന്ന് ഓർഡർ വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഓർഡർ വന്നു, ഇങ്ങനെ പോയാൽ തിങ്സ് ആർ നോട്ട് ഗോയിങ് ഇൻ ടു റൈറ്റ് ഡയറക്ഷൻ. ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ് ഇൻ ഓർഡർ ടു റീഇൻസ്റ്റേറ്റ് ദിസ് സിറ്റുവേഷൻ അറ്റ് ദി ഏർലിയസ്റ്റ്. സാഹചര്യം പഴയ രീതിയിൽ തിരിച്ചു കൊണ്ടുവരണം. സായിപ്പന്മാർ മിടുക്കരാണ്, സോപ്പിടാൻ മിടുക്കരാണ്. നമ്മൾ പറയേണ്ട കാര്യവുമില്ല. വിഘടിപ്പിക്കുവാനും സംയോജിക്കുവാനും മിടുക്കരിൽ മിടുക്കർ. അങ്ങനെ കൊടുത്തു തീർക്കാനുള്ള കപ്പത്തിന്റെ തുക ചിട്ടപ്പെടുത്തി മൊത്തം കപ്പവും കൊടുക്കാം, പുതിയൊരു ഉടമ്പടിയിൽ ഒപ്പിടാം എന്ന വാർത്ത കൊട്ടാരത്തെ അറിയിക്കപ്പെടുകയുണ്ടായി.
അങ്ങനെ പുതിയ ഉടമ്പടിയിൽ ഒപ്പിടേണ്ട തീയതി സമയം നിശ്ചയിക്കപ്പെട്ടു. അതാണ് 1721 ഏപ്രിൽ മാസം 14 തീയതി. മലയാളികൾക്ക് ഏപ്രിൽ 14 പ്രത്യേകത പറയേണ്ട കാര്യമില്ല. ഒരു വിഷുദിനമാണ്. ആ വിഷുദിനത്തിൽ തന്നെ ഇവർ അങ്ങാട്ടത്തേക്ക് വിളിച്ചു പഠിപ്പിച്ചു ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് ഒപ്പിടാൻ, പുതിയ ഉടമ്പടി ഒപ്പിടാൻ. പടിഞ്ഞാറേ ചക്രവാളത്തിൽ കുങ്കുമപ്പൂവുകൾ വാരി വിതറി അസ്തമയ സൂര്യൻ നടന്ന് അകലുകയാണ്. അങ്ങ് ദൂരെ 5 തൂങ്ങ് കോട്ടയ്ക്ക് മുമ്പിൽ ഉമ്മറത്ത് സർവ്വസൈന്യാധിപൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവ്വസൈന്യാധിപൻ ഉലാത്തുകയാണ്. വാട്ടർ ബ്രൗൺ. അദ്ദേഹത്തിന്റെ മുഖത്ത് അതിലില്ലാത്തൊരു സന്തോഷം. ഇന്ന് പോവുകയല്ലേ, പുതിയ കോൺട്രാക്ട് ഉടമ്പടി ഒപ്പിടാൻ പോവുകയല്ലേ, അതിലെല്ലാം ഞാൻ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. വി വിൽ ടീച്ച് യു എ ലെസൺ ബ്ലഡി ഇന്ത്യൻസ്. ഇതേപോലെ ഒരു 6 അടി പൊക്കം, തൊപ്പി മേളിൽ തിരികിയിരിക്കുന്നു, ചുണ്ടത്ത് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുരുട്ട്, കാൽമുട്ട് വരെ നീട്ടിയിട്ടിരിക്കുന്ന ഒരു തുകലിൽ തുന്നിച്ചേർത്ത ഒരു ഷൂസ്. അദ്ദേഹം ഉടനെ തട്ടിപ്പിടിച്ചിട്ടേ ഇനി വന്നേ, കമോൺ കമോൺ, നിന്നെ തന്നെ വാ, നീ വാ, go and see everything is journey, ready for the journey or not. ഒരു പഠൻ അതുവഴി പോവായിരുന്നു. പഠനെ തട്ടി വിളിച്ച് ചോദിച്ചു, നീ പോയി നോക്കിയിട്ട് വാ, എല്ലാ കാര്യങ്ങളും തീർപ്പിലുണ്ടോ, എല്ലാ കാര്യം സജ്ജീകരിച്ചിട്ടുണ്ടോ യാത്രയ്ക്ക് വേണ്ടി. ആ പരൻ വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. അതേപോലെ തന്നെ തിരിച്ചു വന്ന് പറഞ്ഞു, യെസ് ഓണർ, എവറിത്തിങ് ഈസ് റെഡി ഫോർ ദി ജേർണി. അന്ന് യാത്ര കരമാർഗമല്ല, പുഴമാർഗമാണ്. ആറ്റിങ്ങൽ പുഴ, ഇന്നത്തെ വാമനപുരം നദി. കൊട്ടാരത്തെ പ്രീണിപ്പിക്കുവാനും പ്രീതിപ്പെടുത്തുവാനും വേണ്ടി നിറയെ അടുക്കി വച്ചിരിക്കുന്ന പെട്ടികൾ, അതിനകത്ത് പവിഴങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങളെല്ലാം അവരൊന്ന് മോഹിപ്പിക്കണമല്ലോ. വീണ്ടും വാട്ടർ ബ്രൗൺ മേളിൽ പോയി നോക്കി, ശരിയാണ്, 3 പടുകൂട്ടൻ ബോട്ടുകൾ വന്ന് നടന്നിരിക്കുന്നു. പുഴയുടെ തീരത്ത് 3 പടുകൂട്ടൻ ബോട്ടുകൾ യാത്രയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ ദി ജേർണി. ആ 3 ബോട്ടുകളിലായി കൊണ്ടുവന്ന പെട്ടികൾ ഓരോന്നോരോന്നായി അടുക്കി. അതിനുശേഷം അവസാനത്തെ ബോട്ടിൽ വാട്ടർ ബ്രൗണും സംഘവും ഒറ്റയ്ക്കവന്മാർ എവിടെയും പോകത്തില്ല, പേടിയ. 143 പേരടങ്ങുന്ന സംഘാളികൾ യാത്രയായി ഒരു ഉത്സവ തിമിർപ്പോടെ. അന്ന് ആറ്റിങ്ങൽ പുഴ മത്സരിച്ച് ചിരിച്ചു. ഓഹോ 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 തുഴയുകയാണ്, വഞ്ചി നീങ്ങി തുടങ്ങി. ഓഹോ 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 പുതിയ വാനചന്ദ്രികയിൽ പൂത്തുലഞ്ഞ മോഹമായി പുഴ തുഴഞ്ഞു ഞങ്ങളെത്തും സർവവ്യാപിയായി. തുഴഞ്ഞു പൊക്കൊണ്ടിരിക്കുന്നു. ആറ്റിങ്ങൽ പുഴയുടെ 2 ഭാഗത്തും നാട്ടുകാർ നിന്ന് കൈവീശി പറയുന്നു, പോയിട്ട് വരും. അതിനിടയിൽ കൊടുമൺ പിള്ളയുടെ ആൾക്കാരും ആയുധാഭ്യാസങ്ങളുള്ള ആൾക്കാരുമുണ്ട്. അവരും പറഞ്ഞു, പോയിട്ട് വാടാ, കാണിച്ചു തരാം. കൊണ്ടുവന്ന പാരിതോഷികങ്ങളൊക്കെ ആറ്റിങ്ങൽ കൊട്ടാരത്തിന് കൈമാറി. വീഞ്ഞു പകർന്ന അത്താഴ വിരുന്നു കഴിഞ്ഞ് വാട്ടർ ബ്രൗണും സംഘവും മടക്കി യാത്രയ്ക്ക് തയ്യാറായി. ഈ സായിപ്പന്മാർക്കൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുപോലെ 3 നേരം വീഞ്ഞില്ലാതെ ആഹാരം പോകത്തില്ല. രാവിലെയും വീഞ്ഞ് വേണം, ഉച്ചയ്ക്കും വീഞ്ഞ് വേണം. ഇവിടെ ഉണ്ട് കേട്ടോ വീഞ്ഞ്, അത് നോൺ ആൽക്കഹോളിക്കാണ്. അവർക്ക് അങ്ങനെയല്ല, ആൽക്കഹോളിക്. രാത്രിയാകുമ്പോൾ പിന്നെ ഇതിൻ്റെ 4 ഇരട്ടി രീതിയിൽ വീഞ്ഞ് കഴിച്ചിട്ടേ ആഹാരം കഴിക്കുകയുള്ളൂ. അങ്ങനെ വീഞ്ഞു പകർന്ന അത്താഴ വിരുന്നും കഴിഞ്ഞ് വാട്ടർ ബ്രൗണും സംഘവും പോകാനായി തയ്യാറായി. അങ്ങ് ദൂരെ നിലാവെളിച്ചത്തിലും കത്തിച്ചു പിടിച്ചിരിക്കുന്ന പന്തങ്ങളുടെ പ്രഭാപൂരിതത്തിലും അങ്ങ് ദൂരെ വാമനാപുരം നദിയുടെ മാറിൽ മടക്കി യാത്രയ്ക്ക് തയ്യാറായി കിടക്കുന്ന 3 ബോട്ടുകൾ കാണാം. വാട്ടർ ബ്രൗണും സംഘവും പുഴയെ അരികിലെത്തി. ഈ ബോട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും പുഴക്കരയിൽ കാത്തുകെട്ടിക്കിടന്ന കൊടുമൺ പിള്ളയും സംഘവും ഒരു പിടിച്ച വാളുമായി ബ്രിട്ടീഷുകാർക്ക് നേരെ ചാടി വീണു. 200-ൽ പരം കളരി അറിയാവുന്ന അഭ്യാസികൾ കൊടുമൺ പിള്ള വിളിച്ചലറി, വെട്ടി നിരത്തു, എല്ലാത്തിനെയും വെട്ടി നിരത്തു. അവിടം പിന്നെ ഒരു യുദ്ധക്കളമായി, രണാങ്കണമായി. പടവാടുകൾ തമ്മിൽ കൂട്ടിമുട്ടി, പരിചകൾ തമ്മിൽ ഉരസി, പടച്ചട്ടകൾ വഴുതി മാറി, മെയ്കാലുകൾ ഉടക്കി. പൊടിപാറുന്ന പുഴക്കരയിൽ
ഒരു അംഗത്തട്ടായി അധികം താമസിയാതെ അരോഗദൃഢഗാത്രരായ കൊടുമൺപിള്ളയും സംഘവും ബ്രിട്ടീഷുകാരെ ഒന്നടങ്കം കീഴ്പ്പെടുത്തി. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട് താഴെ കിടന്നിരുന്ന ഒരു സായിപ്പിന്റെ വിരുമാറിൽ കാല് വെച്ച് കൊടുമൺപിള്ള ചോദിച്ചു, ആർത്തട്ടൊക്കെ സായിപ്പേ, നിങ്ങൾക്കൊക്കെ ഇന്ത്യ ഭരിക്കണമല്ലേ, ഭാരതം കയ്യേറണമല്ലേ, ഭാരതപുത്രന്മാരെ ബന്ധികളാക്കണമല്ലേ? ഇന്നലെ വരെ നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം നമ്മൾ അനുഭവിച്ചു. ഇനി ഒരു നിമിഷം വൈകിക്കത്തില്ല. നമ്മൾ തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ. സൈനികരെ, അഴിഞ്ഞു തല്ലൂ, എല്ലാത്തിനെയും അഴിഞ്ഞു തള്ളൂ. പറഞ്ഞതുപോലെ ഒരു ബ്രിട്ടീഷുകാരെ പോലും ബാക്കി വയ്ക്കാതെ 143 പേരെ കഴുത്തറുത്ത് ആ കഴുത്തുകൾ, കബന്ധങ്ങൾ വാമനാപുരം നദിയിലേക്ക് വലിച്ചു. അന്നുവരെ കാണാതിരുന്ന കാഴ്ച വാമനാപുരം നദി കണ്ടു. വെള്ളക്കാരുടെ ശിരസറ്റ ശവശരീരങ്ങൾ ആറ്റിങ്ങൽ പുഴയിൽ പൊങ്ങിക്കിടന്ന് കബന്ധങ്ങളിൽ നിന്നും ഇറ്റുവീഴുന്ന ചോര കൊണ്ട് ആറ്റിങ്ങൽ പുഴ അന്ന് രക്തപ്പുഴയായി മാറി. ആറ്റിങ്ങൽ പുഴയുടെ ആ ഭാഗമാണ് ഇന്ന് നമ്മൾ കൊല്ലംപുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊന്നെറിഞ്ഞ പുഴ, കൊല്ലംപുഴ. ഉണർത്തുപാട്ടിൻ ഈണവുമായി ഒഴുകുന്ന പുഴ ഒഴുകുന്നു, ഉണർത്തുപാട്ടിൻ ഈണവുമായി ഒഴുകുന്ന പുഴ ഒഴുകുന്നു. ചരിത്രതാളിൽ ഇടമില്ലേലും ചിലരുണ്ടീ കഥ ഓർമ്മിക്കാൻ. ചരിത്രതാളിൽ ഇടമില്ലേലും ചിലരുണ്ടീ കഥ ഓർമ്മിക്കാൻ. നെഞ്ചു വിളിച്ചഭിമാനത്തോടെ ചൊല്ലും നമ്മൾ, നെഞ്ചു വിരിച്ചഭിമാനത്തോടെ ചൊല്ലും നമ്മൾ. ആറ്റിങ്ങൽ സമരം, ഇതു ആറ്റിങ്ങൽ സമരം, ആറ്റിങ്ങൽ സമരം, ഇതു ആറ്റിങ്ങൽ സമരം. ആറ്റിങ്ങൽ കലാപത്തിനായി കൂടുതൽ കളരിത്തറകളും വീരന്മാരായ യോദ്ധാക്കളും ഉണ്ടായ സ്ഥലമാണ് പിൽക്കാലത്ത് വീരകേരളപുരമായി ആറ്റിങ്ങൽ പരിണമിച്ചത്. ഒറ്റ കലാപത്തിൽ ഒരു ദിവസം കൊണ്ട് കൊടുമൺപിള്ള കൊന്നെറിഞ്ഞത് 143 ബ്രിട്ടീഷ് സൈനികരെയാണ്. എന്നിട്ടും ചരിത്രം ആറ്റിങ്ങൽ കലാപത്തെയും ആദ്യത്തെ സായുധ വിപ്ലവകാരിയെയും മറന്നുപോയത് അതിശയകരമാണോ എന്ന് നമ്മൾ തന്നെ ചോദിക്കണം. കഥ ഇവിടെ പൂർണ്ണമാകുമ്പോൾ അതിനു മുമ്പായി തന്നെ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ആ ദൃശ്യവിരുന്ന് ചാക്കയിൽ നിന്ന് നമ്മൾ കഴക്കൂട്ടത്തേക്ക് പോകുമ്പോൾ ചാക്ക പാലം കഴിയുമ്പോൾ ഇടതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഛായാരേഖകൾ നമുക്ക് കാണാം, പടങ്ങളായിട്ട്. കഥ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ കഥയ്ക്ക് പ്രചോദനമായ എഴുത്തുകാരനും എൻ്റെ കൂട്ടുകാരനുമായ ശ്രീ ഉല്ലാസ് ശ്രീധരെ ഓർമ്മിക്കുന്നതിനോടൊപ്പം ഈ കഥയുടെ പാട്ടുകൾ ചിത്രീകരിച്ചത് എഴുതിയത് ഞാനാണ്. പിന്നെ എന്നോടൊപ്പം ഇന്ന് ഓർക്കസ്ട്രയിൽ സഞ്ചരിക്കുന്നത് ഹാർമോണിയം ശ്രീ ബോബൻ, കീബോർഡ് അഭിജിത്ത്, മൃദംഗാട് അനുജിത്ത്, തബല സുരേഷ്. കലാപം കലാപം ഇതു ആറ്റിങ്ങൽ കലാപം, കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം. സമരവീര ധീരരായി പിറന്ന മണ്ണിലാദ്യമായി ശക്തിയേകി ഒത്തുചേർന്ന സായുധരണാങ്കണം. സമരവീര ധീരരായി പിറന്ന മണ്ണിലാദ്യമായി ശക്തിയേകി ഒത്തുചേർന്ന സായുധരണാങ്കണം. കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം, കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം, ഇത് ആറ്റിങ്ങൽ കലാപം, ഇത് ആറ്റിങ്ങൽ കലാപം. നന്ദി, നമസ്കാരം.